അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 95-ാം സങ്കീർത്തനം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരിബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാലിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികൾ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. മിസ്രയീമിൽ അടിമകളായി കഷ്ടപ്പെട്ടിരുന്ന ഇസ്രയേൽ ജനത്തിന് മോശ മുഖാന്തരം ഒരു വിടുതൽ ദൈവം അയച്ചു. 10 വലിയ ശിക്ഷാവിധി മിസ്രയീമർക്ക് കൊടുത്തുകൊണ്ടാണ് ദൈവം ജനത്തെ അവിടെ നിന്നും പുറപ്പെടുവിച്ചത്. പാലും തേനും ഒഴുകുന്ന സമ്പൽ സമൃദ്ധിയുള്ള കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് യഹോവ മോശ മുഖാന്തരം ഇസ്രയേൽ മക്കളോട് പറഞ്ഞത്. ഈ കനാൻ ദേശത്തിലേക്കുള്ള യാത്രാമധ്യേ ചെങ്കടലും യോർദാനും മരുഭൂമിയും ചൂടുകാറ്റും വെള്ളമില്ലാത്ത സാഹചര്യങ്ങളും ഭക്ഷണമില്ലാത്ത അവസ്ഥകളും എല്ലാം ഉണ്ടായെങ്കിലും ഓരോരോ പ്രതിസന്ധികളും ദൈവം തന്നെ തരണം ചെയ്താണ് ജനത്തെ നടത്തിയിരുന്നത്. എന്നാൽ ദൈവം കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശവും തങ്ങൾ ആ സമയത്ത് എത്തിപ്പെട്ടിരുന്ന സ്ഥലവും തമ്മിൽ 40 ദിവസത്തെ വഴി ദൂരമാണ് ഏകദേശം ഉണ്ടായിരുന്നത്. ദേശം ഉറ്റുനോക്കുവാൻ പോയ 12 ഗോത്ര പ്രമാണികളിൽ യോശുവയും കാലേബും ഒഴികെയുള്ള 10 പേരും യഹോവയ്ക്ക് വിരോധമായി സംസാരിച്ചു. അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ആ ദേശം കൈവശമാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ആ ദേശത്തിന് വലിയ കോട്ടകളും അതിൽ താമസിക്കുന്നവർ അനാക്യ മല്ലന്മാരുമാകുന്നു. അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തന്നെ വെട്ടുക്കിളികളെപ്പോലെ തോന്നി. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനം കരഞ്ഞു, മോശയ്ക്കും യഹോവയ്ക്കും എതിരെ പിറുപിറുത്തു. ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളും കൊള്ളയായി പോകും എന്ന് പറഞ്ഞ് നിലവിളിച്ചു. എന്നാൽ കാലേബും യോശുവയും യഹോവയോട് പറ്റി നിന്നു. യഹോവ ആ ദേശം നമുക്ക് തരുമെന്ന് പറഞ്ഞു. ജനം മോശയ്ക്കും യഹോവയ്ക്കും എതിരെ പിറുപിറുത്ത് മോശയെ കല്ലെറിയുവാൻ തുടങ്ങി. ആകയാൽ യഹോവ മോശയോട് പറഞ്ഞു, ഈ ജനം വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുകയില്ല. ഇവർ കൊള്ളയായി തീരുമെന്ന് പറഞ്ഞ കുട്ടികൾ അവിടെ പ്രവേശിക്കും എന്ന് പറഞ്ഞു. ഇതാണ് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ 95-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൻ്റെ പശ്ചാത്തലം. എങ്കിലും 95-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ വീണ്ടും സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനൊരു അവസരം കർത്താവ് നമുക്ക് തരികയാണ്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന വാണിങ്ങോടുകൂടി ഇസ്രയേൽ ജനം കനാൻ ദേശമാകുന്ന അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ അനേകം പ്രതികൂലങ്ങൾ തരണം ചെയ്യേണ്ടിയിരുന്നു. രക്ഷിക്കുന്ന വീരനായ യഹോവ അവരോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അനേകം അത്ഭുതങ്ങൾ അവർ കാണുക യഹോവ ചെയ്തിരുന്നു. എങ്കിലും കർത്താവ് 95-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ പറയുകയാണ്: നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു എന്ന്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ നടത്തിപ്പിൽ അവർ വിശ്വസിച്ചില്ല എന്ന് സാരം. ദൈവത്തിൻ്റെ നടത്തിപ്പിൽ നാം വിശ്വസിക്കാതിരിക്കുന്നത് ദൈവം വെറുക്കുന്ന പാപമാണെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. മാർത്തയും മറിയായും നോക്കുമ്പോൾ ലാസർ ഉയർക്കുക എന്നത് സാധ്യമല്ല, അവരെല്ലാം ഉയർപ്പിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയില്ല. യേശുവാണ് അത്ഭുതം നടത്തുന്നത്. കാണുമ്പോൾ മാത്രമല്ല, അത്ഭുതം നടക്കാത്തപ്പോഴും സ്ഥിരതയുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് സ്ഥിരതയുള്ള വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഇസ്രയേൽ മക്കളുടെ സ്വസ്ഥത എന്നത് മരുഭൂമിയിലെ അലച്ചിൽ മാറി കനാൻ ദേശത്ത് വിശ്രമിക്കുക എന്നതാണെങ്കിൽ നമ്മുടെ സ്വസ്ഥത അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. ഇസ്രയേൽ ജനത്തിന് മിസ്രയീമിൽ നിന്നും രക്ഷിക്കുവാൻ ആട്ടിൻകുട്ടിയാണ് അറുക്കപ്പെട്ടത്. എന്നാൽ നമ്മെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു തന്നെ അറുക്കപ്പെട്ടു. തന്നെയുമല്ല, നമുക്ക് കർത്താവ് തരാമെന്ന് ഏറ്റിരിക്കുന്നത് സ്വർഗീയ സ്വസ്ഥതയാണ്. യുഗായുഗങ്ങൾ നമുക്കിത് അനുഭവിക്കുവാൻ കഴിയും. നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വസ്ഥതയ്ക്കായി നാം ഉത്സാഹിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന സ്വസ്ഥത നാം പ്രാപിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ അനുസരിച്ച് അവനെ വിശ്വസിക്കുക എന്നതാണ്. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന്
എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 6 വാക്യത്തിലും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കുണ്ടാകുവാൻ പാടില്ല എന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 3 അധ്യായം 12 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ദൈവം നമുക്ക് തന്ന വാക്തത്വമാകുന്ന സ്വസ്ഥത പ്രാപിക്കുവാൻ ദൈവഭയം നമുക്ക് ആവശ്യമാണ്. നാം പാപം ചെയ്താൽ ദൈവഭയം നമ്മിൽ നിന്നും നീങ്ങിപ്പോകും. അനുസരണക്കേട് ദൈവത്തോട് കാണിച്ചാൽ നമുക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. നാം ഉത്സാഹത്തോടെ ശ്രമിച്ചാൽ നമുക്ക് കർത്താവ് വാഗ്ദാനം ചെയ്ത സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഇപ്പോൾ അവസരമുണ്ട് എന്ന് നാം ഓർക്കണം. സ്വസ്ഥത വലിയ നന്മയും ദൈവത്തോടു കൂടി വസിക്കുവാൻ കഴിയുന്നതുമാണ്. ഈ സ്വസ്ഥത ലഭിക്കുവാൻ നാം പ്രാപ്തരായാൽ ഈ ലോകത്തിൽ തന്നെ നമുക്ക് അലച്ചിലില്ലാതെ സമാധാനമായി ജീവിക്കുവാൻ കഴിയും. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലെപ്പോഴും യേശു ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അവൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവേഷ്ടം ചെയ്യുക എന്നതാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ സ്വസ്ഥത ആഗ്രഹിക്കാത്തവർക്ക് തീയും ഗന്ധകവും കത്തുന്ന തീ പൊയ്ക മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 9 അധ്യായം 48 വാക്യത്തിലും നരകത്തിൽ അവർക്ക് രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല എന്ന് വെളിപ്പാട് പുസ്തകം 14 അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 11 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ അഴിഞ്ഞു പോകുന്ന പ്രയോജനമില്ലാത്ത സന്തോഷം ഉപേക്ഷിക്കുവാൻ തയ്യാറായിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് സ്നേഹിച്ചാൽ നിത്യാനന്ദം നമ്മുടെ തലമേൽ ഉണ്ടാകും എന്ന് യെശയ്യാ പ്രവചനം 35 അധ്യായം 10 വാക്യത്തിലും നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടുമെന്ന് മലാക്കി പ്രവചനം 4 അധ്യായം 2 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നിത്യസമാധാനം അവൻ നമുക്ക് തരും. നമ്മുടെ കണ്ണുനീരും നെടുവീർപ്പും അവൻ മാറ്റിത്തരും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമല്ല, ഇവിടെ ആയിരിക്കുമ്പോഴും യേശുവിൻ്റെ കരുതലിൻ കരം നമ്മെ ആശ്ലേഷിക്കും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവന് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക ഹൃദയം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീർന്ന് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.